ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പൊങ്കാലയോടൊപ്പം തന്നെ ഭഗവതിക്ക് നിവേദിക്കുന്ന മണ്ടപ്പുറ്റ് ഉണ്ടാക്കാം. ഇതല്ലാതെ തെരളിയപ്പം ഉണ്ടാക്കാം. തെരളിയപ്പത്തിനാണെങ്കിൽ പിന്നെ വഴനയില വേണം. മണ്ടപ്പുറ്റിന് പ്രധാനമായിട്ട് ചെറുപയറാണല്ലോ വേണ്ടത്. പിന്നെ ശർക്കരയും തേങ്ങ അരിയൊക്കെ വേണം. പച്ചരി കഴുകി കുതിർത്തി വെള്ളം കളഞ്ഞ് പുട്ടിന് പൊടിക്കും പോലെ തരിയോടുകൂടി പൊടിച്ചെടുക്കുക. എന്നിട്ട് 5 മിനിറ്റ് ഒന്ന് ആവി കയറുന്നത് വരെ ചൂടാക്കിയെടുക്കുക. ഇതേപോലെ തന്നെ ചെറുപയറും കഴുകി വെള്ളം കളഞ്ഞ് 5 മിനിറ്റ് പയറൊക്കെ ഒന്ന് മൂത്ത് കളറ് മാറി നല്ലൊരു മണം വരുന്നത് വരെ ചൂടാക്കിയെടുക്കുക. ഇനി ഇത് തണുക്കുമ്പോൾ ചെറിയൊരു തരിയോടുകൂടി പൊടിച്ചെടുക്കാം. ദേവിക്ക് സമർപ്പിക്കുമ്പോൾ അത് മണ്ടപ്പുറ്റായാലും തെരളിയപ്പായാലും അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ആദ്യം പാകം ചെയ്യുന്നത് പൊങ്കാലയിടുന്ന അടുപ്പിലായിരിക്കണം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെയാണെങ്കിൽ പച്ചരിയും ചെറുപയറും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി അമ്മിയിലോ ഓരലിലോ പൊടിച്ചെടുക്കാം. പിന്നെ ചെറുപയർ പൊടിച്ച് മുറത്തിലിട്ടിട്ടൊന്ന് പാറ്റുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഒന്ന് പോയി കിട്ടും. അല്ലെങ്കിൽ മിക്സിയിൽ പൊടിച്ചെടുത്താലും മതി. 200 ഗ്രാം പച്ചരിയും 150 ഗ്രാം ചെറുപയറുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 225 ഗ്രാം ശർക്കര അധികം കട്ടിയൊന്നുമില്ലാതെ ചീകി എടുത്തിട്ടുണ്ട്. ഇനി ശർക്കരയിലേക്കൊരു അരമുറി തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് നല്ലോണം ഞെകടി കുഴച്ചെടുക്കാം. ഇപ്പം തന്നെ ശർക്കരയൊക്കെ അലിഞ്ഞ് തേങ്ങയിൽ നിന്ന് തേങ്ങാപ്പാലൊക്കെ പുറത്തേക്ക് വന്ന് നല്ലോണം വെള്ളമായി ആയിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത അരിപ്പൊടിയും ചെറുപയർ പൊടിച്ചതും 1/2 ടീസ്പൂൺ വീതം ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ശർക്കരേൻ്റെ തേങ്ങേൻ്റെ നനവ് തന്നെ മതി ഇത് കുഴച്ചെടുക്കാൻ. വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിന് വേണേൽ നെയ്യോ പഴമോ ഒക്കെ ചേർക്കാം. പഴം ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ അപ്പം ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതേപോലെ ഈർപ്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഉരുട്ടാനും പറ്റില്ല കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ വേവാത്ത പോലെ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് മാവിന് ആവശ്യത്തിന് തേങ്ങയോ പഴമോ ഒക്കെ ചേർത്തിട്ട് നനവാക്കാം. ഇനി വലിയ ഉരുളയാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. പൊങ്കാല അല്ലാത്ത ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പലഹാരമാണ് മണ്ടപ്പുറ്റ്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ തന്നെ അരി പൊടിച്ച് വറുത്തെടുക്കാം. പിന്നെ പയറും വറുത്തിട്ട് പൊടിച്ചാൽ മതി. അതുപോലെ തലേദിവസം റെഡിയാക്കി വെച്ചിട്ടുള്ള പയറും അരിയൊക്കെ എടുത്തിട്ട് പൊങ്കാല ഇടുന്നവരും ധാരാളമായിട്ടുണ്ട്. എല്ലാം അവരവരുടെ വിശ്വാസം പോലെ ചെയ്യാം. ഇത്രയും ആവിൽ നിന്നൊരു 6 വലിയ മണ്ടപ്പുറ്റ് ഉണ്ടാക്കാം. ഇനി ഇത് ആവി കയറ്റി ഒരു 20-25 മിനിറ്റ് വേവിച്ചെടുക്കാം. വലിയ മണ്ടപ്പുറ്റായതുകൊണ്ട് കൂടുതൽ സമയം എടുക്കും ഉള്ളൊക്കെ വെന്ത് വരാൻ. മണ്ടപ്പുറ്റ് നമ്മൾ വീട്ടിൽ സാധാരണ പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലൊക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അതുപോലെ കഴിഞ്ഞ ദിവസം തെരളിയപ്പം ഉണ്ടാക്കിയപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതുപോലത്തെ പാത്രങ്ങൾ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്ന്. ഇതേപോലത്തെ ഉപയോഗിക്കാൻ തോന്നുകയാണെങ്കിൽ ഇത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പണ്ടൊക്കെ ചെയ്തതുപോലെ തന്നെ മൺകലത്തിൽ വെള്ളമൊഴിച്ച് അതിലേക്കൊരു മുളേൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റീമിംഗ് റാക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. മണ്ടപ്പുറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു പാകത്തിനുള്ള അപ്പമാണ് ഇഷ്ടം, അധികം ഒട്ടിപ്പിടിക്കാത്ത രീതിയിലുള്ളത്. പറഞ്ഞല്ലോ, കൂടുതൽ ഈർപ്പാക്കിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഒട്ടിപ്പിടിച്ചിരുന്നോളും.